ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാം ഷിപ്പ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിക്കിനെ കുറിച്ചാണ്. എൻ്റെ ഡയബറ്റിക് പ്രഗ്നൻസി സമയത്താണ് വന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ മെഡിസിൻ എടുത്തില്ല. മെഡിസിൻ എടുക്കാതെ ഫുഡിലൂടെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ ഫുഡിലൂടെ തന്നെയാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന ഡയബറ്റിക് ഡയറ്റ് പ്ലാൻ ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 36 വീക്സാണ് എനിക്ക്. എൻ്റെ ഡയബറ്റിക് ഇപ്പം 106 നിൽക്കുന്നത്. എനിക്ക് ഡയബറ്റിക് ടൈമിൽ എനിക്കുണ്ടായിരുന്ന ഷുഗറിൻ്റെ ലെവലാണിത്. ഇതെല്ലാം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്ത റിസൾട്ടാണ്. ഒരാഴ്ച കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നിരുന്നത്. ഈ ഷുഗർ കൂടിയിരുന്ന സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് രാവിലെ എനിക്ക് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലും വേണം. റൈസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പലഹാരമായിരിക്കും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക. പിന്നെ 3 നേരമായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിലൊന്നും സ്പ്ലിറ്റ് ചെയ്തൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്ക് ഷുഗർ നേരത്തെ ഞാൻ ഇങ്ങനെ ഷുഗർ അഡീഷണലായിട്ട് ഉപയോഗിക്കുകയൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് തന്നെ വീണ്ടും ഇങ്ങനെ ഷുഗർ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു. കാരണം ഞാൻ ഷുഗർ എക്സ്ട്രാ ചായയിൽ അങ്ങനെ ഷുഗറൊന്നും ഇട്ട് കുടിക്കില്ല. അങ്ങനെയൊക്കെ ചായ കുടിക്കാറില്ല. ചായ കുടിക്കുന്ന റെയറാണ്. ഇപ്പോൾ പ്രഗ്നൻസി ആയ സമയത്ത് നമ്മുടെ 3 മാസം നമുക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സമയത്താണ് ഞാൻ ചായയൊക്കെ കുടിക്കാൻ കൂടുതലും ഇൻട്രസ്റ്റ് കാണിച്ചത്. എന്നാലും മധുരം ഇട്ട് ചായ കുടിക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. മധുരം അങ്ങനെ ഞാൻ അധികം കഴിക്കാത്ത ഒരാളാണ്. എന്നിട്ടും എനിക്ക് ഷുഗർ വന്നു. അപ്പോൾ അത് 3 നേരം ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്. അതിൽ അരിയാഹാരമായിരുന്നു കൂടുതലും. രാവിലെ എന്തെങ്കിലും അറിയാലോ, നമ്മളെ കേരള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അരി വെച്ചുള്ളതായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് റൈസ്, കറികൾ എന്തെങ്കിലും ചോറും കറിയും, വെജിറ്റബിൾ കറിയും, മീൻകറി അങ്ങനെ എന്തെങ്കിലും കറിയായിരുന്നു. പിന്നെ ഈ ടൈമിൽ ഞാൻ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തിരുന്നത് ചിക്കനായിരുന്നു. അപ്പോൾ ചിക്കൻ അങ്ങനെ ഒന്നും ഞാൻ കഴിക്കില്ല. മീൻ, ബീഫ് ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. രാത്രി അതുപോലെ തന്നെ റൈസും കറിയും അങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്. 3 നേരമായിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഇത്രയും ഹൈ ആയിട്ടുള്ള ഡയബറ്റിക് വന്നത്. എൻ്റെ ഡയബറ്റിക്കിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഡയബറ്റിക് പ്ലാനാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 നേരം ഫുഡ് കഴിക്കുന്നത് 6 നേരമാക്കണം. അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് 2 നേരമായിട്ട് കഴിക്കുക, ലഞ്ച് 2 നേരമായിട്ട് കഴിക്കുക, ഡിന്നർ 2 നേരമായിട്ട്, അപ്പോൾ ടോട്ടൽ 6 നേരമായിട്ട് കഴിക്കുക. അപ്പോൾ അതിൽ കഴിക്കുമ്പോൾ നമ്മൾ സമയത്തിന് കഴിക്കണം, ടൈമിന് കഴിക്കണം. അപ്പോൾ നമുക്ക് ഷുഗർ നല്ലപോലെ വേരിയേഷൻ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫാസ്റ്റിംഗ് 95, ലഞ്ച് ടൈമിൽ 105, ഡിന്നർ ടൈമിൽ 98. ഇപ്പോഴത്തെ ഷുഗറിൻ്റെ ലെവലാണ്. നമ്മൾ ഈ ഷുഗർ കുറയ്ക്കണമെന്ന് ഡോക്ടർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് വ്യത്യാസം ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഷുഗർ കുറയ്ക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്ന് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എന്നാൽ വയറ് നിറയുന്ന രീതിയിൽ നമ്മൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഷുഗർ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ടൈമിന് ആഹാരം കഴിക്കുക. ടൈമിന് ആഹാരം കഴിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഇതുള്ളത് കൊണ്ട്, വേരിയേഷൻ ഉള്ളതുകൊണ്ട് രാവിലെ എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം. അതൊരു 6-7 മണിയാകുമ്പോൾ ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. അതിനുശേഷം ഞാൻ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. പിന്നെ 11 മണിയാകുമ്പോഴത്തേക്ക് ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമുക്ക് മുളപ്പിച്ച പയർ കഴിക്കാം, അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, ആപ്പിള്, ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ലഘുവായിട്ട് നമുക്ക് വയറ് നിറയാൻ പറ്റുന്നത്. ആപ്പിളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ലഘുവായിട്ടുള്ളത് കഴിക്കാം. നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ റോ ആയിട്ടുള്ളത് എടുക്കുക. അതായത് അധികം പഴുക്കാത്തതും എന്നാൽ പച്ചയായിട്ടുള്ളതുമായിട്ടുള്ള റോ ആയിട്ടുള്ളത് എടുക്കുക. ഇപ്പോൾ മാങ്ങയായാലും ചെനച്ച മാങ്ങ എന്നൊക്കെ പറയില്ലേ, ചക്ക കഴിക്കുമ്പോഴായാലും പച്ചച്ചക്ക കഴിക്കുക. അങ്ങനെ നമ്മൾ റോ ആയിട്ടുള്ളത്, അധികം പഴുക്കാത്തതും എന്നാൽ വിളഞ്ഞതുമായിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്ക് 1 അല്ലെങ്കിൽ 1.5 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിരിക്കണം. അപ്പോൾ റൈസ് നമ്മൾ എടുക്കേണ്ടത് 1/4 ഭാഗം റൈസും, സാലഡ്, വെജിറ്റബിൾ, പിന്നെ എന്താണോ നമുക്കിപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡ് എടുക്കുക. റൈസ് കുറയ്ക്കുക.
എന്നിട്ട് നമ്മൾ വയറ് നിറയ്ക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കുക. വയറ് നിറയ്ക്കാൻ ഇപ്പോൾ സാലഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് നിറയും. ഈ കുക്കുംബർ എടുക്കുമ്പോഴത്തേക്ക് 2 രീതിയിലുള്ള കുക്കുംബറുണ്ട്. ഗ്രീൻ കളർ, നല്ല കടുത്ത ഗ്രീൻ കളറിലുള്ള കുക്കുംബറുണ്ട്, പിന്നെ ഷെയ്ഡുള്ള കുക്കുംബറുണ്ട്. എനിക്ക് അതിൽ ആ ഷെയ്ഡുള്ള കുക്കുംബർ, അതായത് ലൈറ്റ് വെള്ളയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കുക്കുംബർ ഉണ്ടല്ലോ, അത് നെഞ്ചെരിച്ചിലും ഉണ്ടാവും. ആ ഗ്രീൻ കളർ നല്ല കടുത്ത പച്ച കളറിലുള്ള കുക്കുംബർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചെരിപ്പ് കുറയും. വെള്ളരിക്ക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തെവിട്ടി വരുന്ന ഒരു ഫീലില്ലേ, അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയപ്പോഴത്തേക്ക് എനിക്കത് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നല്ല ഗ്രീൻ ആയിട്ടുള്ള കുക്കുംബർ തന്നെ എടുക്കാം. ചെറുത് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൈപ്പത്തീരെ വലുപ്പത്തിലുള്ള കുക്കുംബറില്ലേ, മറ്റേത് വലുതായിരിക്കും, നല്ല തടിച്ചിട്ട് വലുതായിരിക്കും. ആ കുക്കുംബർ ഒഴിവാക്കിയിട്ട് തിന്നായിട്ടുള്ള നമ്മുടെ കൈതീട്ട് വലിപ്പത്തിലൊക്കെ ഉള്ള ഒരു കുക്കുംബറുണ്ട്, അത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3-4 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പം കടല വേവിച്ച് കഴിക്കാം, അങ്ങനെ ഓരോന്ന് ഹെൽത്തി ആയിട്ടുള്ള എന്താണോ ഫുഡ് നമുക്കത് കഴിക്കാം. വേണമെങ്കിൽ സാലഡ് തന്നെ കഴിക്കാം. പിന്നെ ചായ നിർബന്ധമുള്ളവർക്ക് ചായ കുടിക്കാം. ഈ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അധികം റൈസോ അങ്ങനെ ഇതൊന്നും ഉൾപ്പെടാത്ത നല്ലൊരു സ്നാക്സ് കഴിക്കുക. ഗോതമ്പിൽ തന്നെ കഴിക്കണം എന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം ഗോതമ്പ്, എനിക്ക് എൻ്റെ ഡയറ്റ് പ്രകാരം എനിക്ക് ഈ റൈസും ഗോതമ്പും റാഗിയും ഒരുപോലെയാണ്. എനിക്ക് ഷുഗർ കൂടി തന്നെ നിൽക്കും. അതായത് ഇപ്പം റൈസിന് പകരം ഗോതമ്പ് കഴിച്ചാലും എനിക്ക് കൂടി നിൽക്കും. അപ്പം നമ്മൾ ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കഴിച്ച് നോക്കുക. നമ്മൾ ഓരോ ഐറ്റവും ഇപ്പോൾ ഗോതമ്പ്, റാഗി ഇതെല്ലാം നമ്മൾ കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കിയിട്ട് നമ്മുടെ ഷുഗർ ലെവൽ എങ്ങനെയാണ് നമ്മുടെ ഫുഡിന് വേരിയേഷൻ വരുന്നത്, അതനുസരിച്ച് നമ്മുടെ ഡയറ്റ് ചേഞ്ച് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. ഓട്സിലും ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഓട്സും നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കഴിച്ച് നോക്കുക. അപ്പോൾ അതുപോലെ ഞാൻ ചേഞ്ച് ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു ഓരോ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് പറ്റുന്നത്. പിന്നെ ഞാൻ ഏത്തപ്പഴം കഴിക്കുമായിരുന്നു ഈ ഷുഗർ കൂടിയിരുന്ന സമയത്ത്. അപ്പോൾ ഏത്തപ്പഴം കഴിച്ചപ്പോൾ എനിക്ക് ഷുഗർ കൂടുതലായിരുന്നു. ഏത്തപ്പഴം കഴിക്കാതായപ്പോൾ എനിക്ക് ഷുഗർ കുറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ഡയറ്റ് നമ്മളായിട്ട് തന്നെ നമ്മളൊരു ഡയറ്റ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തരും ഇങ്ങനെ ഡയറ്റാണെന്ന് പറഞ്ഞു തരും. അത് നമ്മളും കൂടെ അത് നോക്കി, നമ്മളത് വേരിയേഷൻ നോക്കി, നമ്മൾ സെൽഫായിട്ട് ഡയബറ്റിക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ വേരിയേഷൻ നോക്കി എന്തൊക്കെയാണെന്ന് ഒരു ഫുൾ എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്തിലൊക്കെയാണ് നമുക്ക് കൂടുതൽ, എന്തിലൊക്കെയാണ് കുറവെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് കണ്ടെത്തിയത്. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. അത് നമ്മൾ റൈസ് ഓർ വീറ്റ് അല്ലെങ്കിൽ മില്ലറ്റ്സ് കഴിച്ച് നോക്കുക. മില്ലറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് വേരിയേഷൻ ഉണ്ടായി, അതായത് ഷുഗറിന് എനിക്ക് കുറവ് വന്നു. മറ്റേ റൈസും വീറ്റും റാഗി, ഈ മില്ലറ്റ്സ് പെടുന്നതാണ് റാഗി, അത് കഴിക്കുമ്പോൾ എനിക്ക് കൂടുതലാണ് വന്നുകൊണ്ടിരുന്നത്, ഷുഗർ കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ബാക്കിയുള്ള മില്ലറ്റ്സുകൾ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറ്റ് നോക്കുക. നമ്മൾ ഡോക്ടർ പറയുന്നത് മാത്രമല്ല, നമ്മളായിട്ടൊരു ഡയറ്റ് നമ്മൾ നോക്കുക. എങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്, നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ളത് നോക്കുക. ഈ രാത്രി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അതിന് നമ്മൾ എന്ത് ചെയ്യണം, വെജിറ്റബിളും സാലഡ്സൊക്കെ ഉൾപ്പെടുത്തണം. എന്നിട്ട് നമ്മളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്കാം. പിന്നെ അയണിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നവരാണെങ്കിൽ, അയണിൻ്റെ ടാബ്ലറ്റ് എന്തായാലും നമ്മൾ പ്രഗ്നൻസിയിൽ എടുക്കും. ഞാൻ കാൽസ്യത്തിൻ്റെ ഗുളിക, എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതും പിന്നെ ഞാൻ ഫാർമസി ചോദിച്ചപ്പോൾ അവിടുത്തെ ഫാർമസിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, നമ്മൾ കാൽസ്യത്തിൻ്റെ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് ആ ടൈമിൽ നമ്മൾ അയണിൻ്റെ ഗുളിക കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ നെഞ്ചെരിപ്പ്, അയണിങ്ങനെ തെവിട്ടി വരുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല, അയണിങ്ങനെ തെവിട്ടി വരിക. അത് തെവിട്ടി വരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കാൽസ്യത്തെ അടങ്ങുന്ന എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം അയണ് കഴിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇപ്പം പാല് നമ്മൾ രാത്രി കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെന്താ അയണിൻ്റെ ഗുളിക കഴിക്കുക. എങ്കിൽ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ അയണിൻ്റെ ഗുളിക കഴിക്കരുത്, അങ്ങനെ കഴിക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, എനിക്ക് അയണിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ വരുമായിരുന്നു. രാത്രിയിലെ പകൽ കഴിച്ചാലൊക്കെ അങ്ങനെ വരുമായിരുന്നു. അതിൻ്റെ കാരണം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കാൽസ്യം, അതായത് പാല് കുടിച്ചതിന് ശേഷം ഞാൻ അയൺ കഴിക്കുമ്പോഴും കാൽസ്യത്തിൻ്റെ ഗുളിക അയണിൻ്റെ ഗുളിക ഒന്നിച്ച് കഴിക്കുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മോർണിംഗിൽ നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കും. വൈകുന്നേരം ഇപ്പോൾ പാലെന്തെങ്കിലും അതിനിടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ ഞാൻ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്ക്, കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു 10-11 മണിയാകുമ്പോഴേ കിടക്കുന്നത്, അപ്പോൾ പാല് നേരത്തെ കുടിക്കും, അല്ലെങ്കിൽ കുടിക്കില്ല.
അപ്പോൾ അങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ഗുളിക കഴിക്കുകയുള്ളൂ. അയണിൻ്റെ ഗുളിക കഴിക്കും. അല്ലെങ്കിൽ അന്ന് ഞാൻ ഗുളിക കഴിച്ചില്ലെന്നും വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഞാൻ എടുത്തത്. പിന്നെ ഓരോ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഒരു 10 മിനിറ്റെങ്കിലും നടക്കാൻ നോക്കുക. ഒരു 5 മിനിറ്റ്, മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നടക്കാൻ നോക്കുക. വെള്ളം നല്ലപോലെ കുടിക്കുക. ഞാനിപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു, ഡോക്ടറെ ഞാൻ ഇനി എത്രത്തോളം വെള്ളം കുടിക്കണം? ഡോക്ടർ ദാഹിക്കുമ്പോൾ കുടിച്ചാൽ മതി. നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ അടുത്ത് പറയും വെള്ളം ഒരുപാട് കുടിക്കണമെന്ന് പറയും. അപ്പം നമുക്ക് ദാഹിക്കുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചാൽ മതി. അപ്പം ഒരുപാട് ഓവറായിട്ട് വെള്ളമൊന്നും കുടിക്കേണ്ട, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുമ്പോൾ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊന്നും വരില്ല, യൂറിനറി ഇൻഫെക്ഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ രാവിലെയൊക്കെ പുറത്ത് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പാർട്ട്ണറിനെയും കൂട്ടി നടക്കാൻ പോവുക. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ആയാസം ഉണ്ടാവില്ല. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരാനും പറ്റും. പ്രഗ്നൻസിയിൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. ടെൻഷനൊന്നും ആവാൻ പാടില്ല. പ്രഗ്നൻസി കഥകളൊന്നും കേൾക്കാനായിട്ട് നിൽക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലെ പ്രഗ്നൻസിയാണ്, ഓരോ രീതിയിലെ ഡയറ്റാണ്, ഓരോ രീതിയിലെ ഹെൽത്ത് പ്രോബ്ലമാണ്. അപ്പോൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെപ്പോഴും പ്രഗ്നൻസിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ ഹാപ്പിനെസ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. എല്ലാവർക്കും നല്ലൊരു പ്രഗ്നൻസി ജേർണി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.